നമ്മിൽ പലരും പല കാര്യങ്ങളും വില കൊടുത്ത് സ്വന്തമാക്കാറുണ്ട്. നാം പണം മുടക്കി സ്വന്തമാക്കുന്ന എല്ലാറ്റിൻ്റെ മേലുമുള്ള പൂർണ്ണ അവകാശം നമുക്ക് മാത്രം ഉള്ളതാണ്. അതിനെ മറ്റാർക്കും ഒരിക്കലും അവകാശം പറയുവാൻ സാധ്യമല്ല. യേശുക്രിസ്തുവും നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു, നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. തൻ്റെ ചങ്കിലെ അവസാനത്തെ തുള്ളി രക്തവും നമുക്ക് വേണ്ടി ക്രൂശിൽ ഒഴുക്കി ആണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. റോമാലേഖനം 14 അധ്യായം 8 വാക്യത്തിൽ, ജീവിക്കുന്നു എങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. ജീവിതവും മരണവും. നാം ഇന്ന് ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? കർത്താവിന് വേണ്ടി. മരിച്ചാലും നാം ആർക്കുള്ളവരാണ്? കർത്താവിനുള്ളവനാണ്. ഈ ഒരു ചിന്ത നമ്മിൽ ആഴത്തിൽ വേരുപിടിക്കേണ്ടതാണ്. പക്ഷേ ഈ മനോഭാവം ഇന്ന് പലർക്കും ഇല്ല എന്ന് മാത്രമല്ല, ഇതിനെതിരെയുള്ളൊരു മനോഭാവമാണ് സ്വാഭാവികമായ മനുഷ്യർക്കെല്ലാം ഉള്ളത്. എല്ലാം എനിക്ക് വേണ്ടി. ഇതാണ് പലരുടെയും ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഞാൻ, എനിക്ക് എന്നതാണ് പലരുടെയും ജീവിത മുദ്രാവാക്യം തന്നെ. അതായത് സ്വാർത്ഥ കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് മനുഷ്യൻ നയിക്കുന്നത്. ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും കറങ്ങുന്നത് പോലെ അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് എല്ലാറ്റിൻ്റെയും കേന്ദ്രത്തിൽ നിൽക്കുന്നത്. മറ്റുള്ളവരെല്ലാം അവർക്ക് ചുറ്റും കറങ്ങിക്കൊള്ളണം എന്നുള്ള ചിന്ത അവർക്കുണ്ട്. ആദാമ്യ സ്വഭാവം മനുഷ്യനിൽ ഉള്ളതുകൊണ്ടാണ് അവൻ അങ്ങനെ ചിന്തിക്കുന്നത്. എന്നാൽ ഈ സ്വയകേന്ദ്രീകൃത ജീവിതത്തിൽ നിന്ന് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്കുള്ള ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, സേവിക്കുന്ന ഒരു ദൈവവേദിയിൽ സംഭവിക്കേണ്ടത്. മാനസാന്തരത്തിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് അതുതന്നെയാണ്. എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന മനോഭാവത്തിൽ നിന്ന് ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു എന്ന മനോഭാവത്തിലേക്ക് ഉള്ളതായ മാറ്റമാണ്. പക്ഷേ ഇന്ന് നടക്കുന്ന മാനസാന്തരങ്ങൾ പലതും ദൈവത്തെങ്കിലേക്കുള്ളതാണോ എന്ന് നാം വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. സ്വാർത്ഥ കേന്ദ്രീകൃതമായ ജീവിതത്തോട് വിട പറഞ്ഞ് ക്രിസ്തു കേന്ദ്രീകൃതമായൊരു ജീവിതത്തിലേക്ക് നാം മാറുന്നില്ലെങ്കിൽ നമ്മുടെ മാനസാന്തരത്തെ മാനസാന്തരം എന്ന് വിളിക്കുവാനായിട്ട് കഴിയുമോ? നിർഭാഗ്യവശാൽ പല വ്യക്തികളിലും ഈ ഒരു ചിന്ത ഇതുവരെയും ആഴത്തിൽ വേരുപിടിച്ചിട്ടില്ല എന്നുള്ളത് മാനസാന്തരത്തിൻ്റെ ശേഷവും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സ്വയകേന്ദ്രീകൃതമായ ജീവിതം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതുമൂലം എന്താണ് സംഭവിക്കുന്നത്? തങ്ങളുടെ സ്വാർത്ഥപരമായ ആഗ്രഹങ്ങൾ സാധിക്കാനായി അതിനുള്ള ഒരു ഉപകരണമായി അവർ ദൈവത്തെ കാണുവാൻ ആരംഭിക്കുന്നു. ഞാനൊരു ദൈവത്തിൻ്റെ മകനാണ്, എനിക്ക് വീട് വേണം, വണ്ടി വേണം, വിസ വേണം, ഇതെല്ലാം തരുവാൻ ദൈവം ബാധ്യസ്ഥനാണ്. അതായത് അലാവുദ്ദീൻ്റെ കയ്യിലെ അത്ഭുത വിളക്ക് പോലെ അവർ ദൈവത്തെ കാണുകയാണ്. ദൈവം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നത് കൊണ്ടും ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു എന്ന കാരണമാണ് പലർക്കും അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ചില ആളുകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരാണ്. അടിമകൾക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന ഒരു ദ്വീപുണ്ടായിരുന്നു. അവിടേക്ക് ഒരാൾ എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളത് അസാധ്യമായിരുന്നു. അങ്ങനെയുള്ള അടിമ കോളനിയിൽ അടിമകളായിട്ട് ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ആ മനുഷ്യരോട് യേശുവിനെക്കുറിച്ച് പറയണം എന്നുള്ള ചിന്ത രണ്ട് ചെറുപ്പക്കാർക്കുണ്ടായി.
പക്ഷേ അവിടെ പോകണമെങ്കിൽ അവർ സ്വയം അടിമകളായി വിൽക്കപ്പെടുവാൻ സമർപ്പിക്കണമായിരുന്നു. അങ്ങനെ ഒരിക്കലും തിരിച്ചു വരുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് ചെറുപ്പക്കാർ അവരെ തന്നെ അടിമകളായി ആ അടിമ കോളനിയിൽ ജീവിക്കുവാനായി സ്വയം വിറ്റുകളഞ്ഞു. പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. ഇതുപോലെ തന്നെ കുഷ്ഠരോഗികളെ പാർപ്പിച്ചിരുന്ന ഒരു വലിയ കോളനി, അവിടെ ആരെങ്കിലും ഒരിക്കൽ പ്രവേശിച്ചാൽ പിന്നെ പുറത്തേക്ക് അവരെ വിടുമായിരുന്നില്ല. ഈ കുഷ്ഠരോഗികൾക്ക് യേശുവിനെ പരിചയപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം പരിശുദ്ധാത്മാവ് കൊടുത്തപ്പോൾ ചില ആളുകൾ അവരുടെ ജീവിതം തന്നെ പണയപ്പെടുത്തിക്കൊണ്ട് ആ കോളനിയിലേക്ക് പോയി. ഒരിക്കലും തങ്ങൾക്ക് തിരിച്ചു വരുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മൊറേവിയൻ മിഷണറി സമൂഹത്തിലെ ചില മിഷണറിമാരെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചത്. ഈ മിഷണറിമാർ വാസ്തവത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാൻ സമർപ്പിച്ചവരായിരുന്നു. ഞാൻ എൻ്റേത് എന്ന ചിന്തയിൽ നിന്ന് അവർ ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ അടിമകളാണ് എന്നുള്ള മനോഭാവത്തോടെ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയവരാണ്. അതുകൊണ്ട് ഇന്നത്തെ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കണം, നാം ജീവിച്ചാലും ക്രിസ്തുവിനുള്ളവരാണ്, മരിച്ചാലും ക്രിസ്തുവിനുള്ളവരാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഇഷ്ടം, ക്രിസ്തു കേന്ദ്രീകൃതമായൊരു ജീവിതം നയിപ്പാൻ നമുക്ക് ഏവർക്കും കർത്താവ് കൃപ തരട്ടെ. കർത്താവെ, സ്വയകേന്ദ്രീകൃത ജീവിതത്തിൽ നിന്ന് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിലേക്കുള്ള ഒരു മാറ്റം വചനം കേൾക്കുന്ന എല്ലാവർക്കും അവിടെ നിന്ന് നൽകണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.